കേരളം കൈയടിക്കുകയാണ് ഈ ഹൃദയസ്പർശിയായ സംഭവത്തിന്. ഇടുക്കി തടിയമ്പാട് കാർത്തിയാനി കവലയിൽ നടന്നത് 40 മിനിറ്റുകൾ, ഒരു കയർ, പിന്നെ സ്നേഹം കൊണ്ട് ജീവൻ തിരികെ പിടിച്ച ഒരു SI ബിബിൻ. വർഗീസ് ചേട്ടാ, ഞാൻ നിങ്ങളുടെ മകനാണ് എന്ന് കരുതി ഞാൻ പറയുന്നത് കേൾക്ക്. ആ കഴുത്തിലെ കുരുക്കഴിച്ച് താഴേക്കിറങ്ങി വാ. അധികാരത്തിന്റെ ദണ്ടും നിയമത്തിന്റെ കാർക്കശ്യഭാവവുമല്ല, മറിച്ച് സ്നേഹത്തിന്റെ ആർദ്രമായ കുറച്ചു വാക്കുകളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ആയുധം എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഇടുക്കി തടിയമ്പാട് കാർത്തിയാനി കവലയിൽ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്നുമാണ് ഒരു മനുഷ്യനെ ഇടുക്കി SI ബിബിൻ TB ജീവിതത്തിലേക്ക് തിരികെ വിളിച്ചത്. ഇടുക്കി സ്റ്റേഷനിൽ ചാർജ് എടുത്ത് വെറും 2 ദിവസം മാത്രം പിന്നിടുമ്പോഴാണ് SI ബിബിന് ഒരു അടിയന്തര ഫോൺ കോൾ എത്തുന്നത്. കാർത്തിയാനി കവല സ്വദേശിയായ ഒരു ഗൃഹനാഥൻ മദ്യപിച്ചെത്തി ഭാര്യയെയും മകളെയും മാരകായുധങ്ങളുമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു സന്ദേശം. പോലീസ് ഉടനെ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും പോലീസിന്റെ സാന്നിധ്യം ഇയാളെ കൂടുതൽ പ്രകോപിതനാക്കി. അയാൾ വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. തടിയമ്പാട് സ്വദേശിയായ ഈ ഗൃഹനാഥൻ മുറിക്കുള്ളിലെ കട്ടിലിൽ കയറി നിന്ന് കഴുത്തിൽ വയർ കുരുക്കി ജീവനൊടുക്കാൻ ഒരുങ്ങി. ആരെങ്കിലും വാതിലിൽ തൊട്ടാൽ ഞാൻ താഴേക്ക് ചാടുമെന്നായിരുന്നു അയാളുടെ ഭീഷണി. ഒരു സാധാരണ പോലീസ് രീതി അനുസരിച്ച് കതക് തകർത്ത് അകത്ത് കയറി അയാളെ കീഴ്പ്പെടുത്താമായിരുന്നു. എന്നാൽ നേരിയൊരു പാളിച്ച ഉണ്ടായാൽ പോലും ആ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടും എന്ന് SI ബിബിൻ തിരിച്ചറിഞ്ഞു. ആ മനുഷ്യൻ മദ്യലഹരിയിലായിരുന്നു, അതോടൊപ്പം ഉള്ളുരുകി കരയുന്നുമുണ്ടായിരുന്നു. ഇവിടെയാണ് SI ബിബിൻ നിയമത്തിന്റെ വഴിവിട്ട് ഒരു മകന്റെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ സ്ഥാനം സ്വീകരിച്ചത്. അടഞ്ഞുകിടക്കുന്ന ആ കതകിന് പുറത്തുനിന്ന് ബിബിൻ സംസാരിക്കാൻ തുടങ്ങി. തർക്കിക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല, അയാളുടെ വിഷമങ്ങൾ കേൾക്കാൻ ആ പോലീസുകാരൻ തയ്യാറായി. ആ സമയമെല്ലാം ആ ഗൃഹനാഥൻ കഴുത്തിൽ കുരുക്കുമായി മരണത്തിന്റെ വക്കിലായിരുന്നു. ഒടുവിൽ SI ബിബിൻ ആ ഹൃദയം തൊടുന്ന വാക്കുകൾ പറഞ്ഞു. വർഗീസ് ചേട്ടാ, ഞാൻ നിങ്ങളുടെ മകനാണെന്ന് കരുതി ഞാൻ പറയുന്നത് കേൾക്ക്. ആ കഴുത്തിലെ കുരുക്കഴിച്ച് താഴേക്ക് ഇറങ്ങി വാ. ആ വാക്കുകൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തറച്ചു. കഠിനമായ ആ മദ്യലഹരിയിലും ആ സ്നേഹത്തിന്റെ ഭാഷ അയാൾക്ക് മനസ്സിലായി. പതിയെ അയാൾ കഴുത്തിലെ വയറഴിച്ചു മാറ്റി സ്വയം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. വർഗീസ് ചേട്ടാ, ഞാനാ പറയണേ. ഞാൻ 2 ദിവസമായിട്ട് ജോലി ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിപ്പിക്കും. ഞാൻ തീരുമാനം എടുക്കും. വർഗീസ് ചേട്ടാ, ഇത് അഴിക്ക്. ഒരു മകനാണെന്നുള്ളത് തീരുമാനിച്ചിട്ട് ഞാൻ നിങ്ങളൊരു മകനാണെന്നുള്ളത് പറ കേട്ടാ. നിങ്ങൾ അഴിക്ക്. ഒരു മകനാണെന്നുള്ളത് നോക്ക്. ഞാൻ ചെയ്തുതരാം, എല്ലാ സഹായം ചെയ്തുതരാം. ബാ, ദൂരം വായകടേ. പുറത്തു വന്ന ഇയാളെ പോലീസ് ബലമായി പിടിച്ചുകൊണ്ടു പോവുകയല്ല ചെയ്തത്, പകരം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കുടിക്കാൻ വെള്ളം നൽകി. മദ്യപാനവും കുടുംബ പ്രശ്നങ്ങളുമായിരുന്നു അയാളെ ഈ അവസ്ഥയിലെത്തിച്ചത്. പിന്നീട് പോലീസ് ഇയാളുടെ കുടുംബാംഗങ്ങളോടും അയൽവാസികളോടും സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം കാണുകയും ആവശ്യമായ കൗൺസിലിങ്ങിനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു. നിയമം നടപ്പിലാക്കാൻ മാത്രമല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ കൂടിയാണ് തങ്ങൾ യൂണിഫോം ധരിക്കുന്നത് എന്ന് തെളിയിച്ച SI ബിബിനും സംഘത്തിനും സോഷ്യൽ മീഡിയയിലും നാട്ടിലും ഇപ്പോൾ വൻ ജനപിന്തുണയും അഭിനന്ദന പ്രവാഹവുമാണ്.